മനസ്സിലാദ്യം വരിക വാലന്റൈൻസ് ഡേ ആയിരിക്കും, വെദർ വി ആർ സിംഗിൾ ഓർ കമ്മിറ്റഡ്. സത്യം ലൈറ്റ് അടക്കം പോയി. ഹേയ്, വെൽക്കം ബാക്ക്. ആൻഡ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. ഒരു ഈസി സിമ്പിൾ ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. സോ ഫസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറിന് സ്റ്റാർട്ട് ചെയ്യാം. സോ എൻ്റെ മോയ്സ്ചറൈസർ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ലിപ് ബാം അപ്ലൈ ചെയ്യാണ്. ലിപ് ബാം അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അതിലൊരു ചെറിയൊരു സീക്രറ്റ് ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് മേക്കപ്പ് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഐബ്രോസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നന്നായിട്ട് കോംപ് ചെയ്യുക. അതിനുശേഷം ഞാൻ കളർ ബാറിൻ്റെ ഐബ്രോ കിറ്റ് വെച്ചിട്ടാണ് ഞാനിപ്പം എൻ്റെ ഐബ്രോസ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഉണ്ട് അതിൻ്റെ അകത്ത്. അത് വെച്ച് നന്നായിട്ടൊന്ന് കോംപ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് ആ ഒരു പോർഷനിലൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായി ലിപ് ബാം നന്നായിട്ട് അപ്ലൈ ചെയ്യണം. കുറച്ച് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ടവൽ വെച്ച് നന്നായിട്ട് അത് റബ്ബ് ചെയ്ത് മുഴുവനായിട്ട് കളഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് കളഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ മൈഗ്ലാമിൻ്റെ ഗോസിപ്പ് ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു നോർമൽ നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ വിരൽ വെച്ച് നന്നായിട്ട് ഡാബ് ചെയ്യാം. അപ്പം ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ ശേഷം നമ്മൾ ചീക്സിലാണ് ഡയറക്റ്റിലെത്തുന്നത്. നമ്മൾ ബേസിക് ആയിട്ടുള്ള, അതായത് ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ നോർമലായിട്ട് നിങ്ങൾക്ക് സപ്പോസ് വേണമെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. എൻ്റെ സെയിം ഒരു ബേർ സ്കിന്നിലാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബ്ലഷ് നമ്മുടെ നോസ് ടിപ്പിലും ചീക്ക് ഏരിയയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇതാണ് നമ്മളുടെ ഈ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറയുമ്പം ഇച്ചിരി ഗ്ലോ അല്ലെങ്കിൽ ഇച്ചിരി ആ ഒരു പിങ്കിഷ് ടച്ചൊക്കെ വരുന്നത് നന്നായിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈലൈറ്റർ ഉപയോഗിക്കാം കേട്ടോ. ശേഷം ഞാൻ മൈഗ്ലാമിൻ്റെ തന്നെ മനീഷ് മൽഹോത്രയുടെ ഒരു ചെറിയൊരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. അതിനകത്ത് 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഒരു പിങ്ക് കളറും ഒരു ചെറിയൊരു ബ്രൗൺ ടിൻറ്റ് വരുന്ന ഷെയ്ഡും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള, അതായത് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണോ ഉള്ളത് അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതേ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടേ നമുക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് മേലത്തെ ഭാഗത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം അത് സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടുതന്നെ ചെയ്യാവുന്നതാണ്. നമ്മുടെ താഴത്തെ ആ ഒരു പോർഷനിൽ നമ്മൾ ഐലൈനറോ അല്ലെങ്കിൽ കാജലൊക്കെ എഴുതുന്നുണ്ട് തൊട്ട് താഴെ നന്നായിട്ട് ആ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ബേബി ഡോളിനെ പോലെയൊക്കെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം മസ്കാര അപ്ലൈ ചെയ്ത് നമ്മുടെ മേക്കപ്പ് എന്നുള്ള രീതിയിൽ ഫൈനൽ സ്റ്റെപ്പിലോട്ടേക്ക് പോകാൻ പൊട്ട് വയ്ക്കുക, കണ്ണെഴുതുക എന്നുള്ളതിൽ. അപ്പോൾ മസ്കാര കുറച്ചും കൂടെ അതായത് നമുക്ക് ഞാൻ കണ്ണ് ഓവറായിട്ട് എഴുതുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മസ്കാര അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് കേൾ ചെയ്ത് വിടുന്നുണ്ട്. ഈ ഒരു മസ്കാരയുടെ ഏറ്റവും വലിയ പ്രത്യേകത നന്നായിട്ട് നമ്മുടെ ലാഷസ് കേളായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഐലൈനർ വെച്ചിട്ട് ഒരു പൊട്ട് വയ്ക്കാനും ആൻഡ് ദെൻ ഐലൈനർ അപ്ലൈ ചെയ്യാനും കണ്ണിൻ്റെ മീതെ. അപ്പോൾ പൊട്ട് വയ്ക്കൽ ഒരു ഓപ്ഷണലായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. അതെനിക്ക് ഭയങ്കര നിർബന്ധം. എനിക്കതില്ലാതെ വേറെ എന്തൊക്കെയോ, അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന പോലെ തോന്നും. സോ ഫൈനലി പൊട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഐലൈനർ ഉപയോഗിച്ചിട്ട് വളരെ ലൈറ്റായിട്ട്, വളരെ തിന്നായിട്ടുള്ള ഒരു ലൈൻ പോലെ ചുമ്മാ ഒരു ബോർഡർ പോലെ വരയ്ക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ആൻഡ് ബൈ.